إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرة سيدنا وشيخنا تقي الدين محمد بن القادري رضي الله عنه اللهم وإلى حضرات جميع مشايخنا كلهم أجمعين أستاذنا الشهيد علي بن أستاذ رضي الله عنه شيخنا أحمد وأشعرياتي رضي الله عنه اللهم وإلى حضرة أستاذنا محمد وسلامة الله رضي الله عنه اللهم إلى حضرة مشايخنا كلهم أجمعين. فاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته وعدد ما في علم الله وزنة ما في علم الله وما في علم الله وعدد ما حاك به علم الله وعد كل معلوم لله وعد كل موجود مضروبا كل ذلك في جميع مجموع أفراد ذرات الوجود. يا الله يا الله يا الله بكل مكان وسنة منك وهانا يا علي الأصبات يوسف بن أصبات رحمه الله كتب أيضا المرحسي أما بعد فإني أوصيك بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നത് ഞാൻ എന്നോട് വസിയ്യത്ത് ചെയ്യുന്നു. വല്ലമലി ബിമാ അല്ലമക അല്ലാഹ് പടച്ചവൻ നിനക്ക് പഠിപ്പിച്ചു തന്നനുസരിച്ചു കൊണ്ട് നീ അമൽ ചെയ്യണമെന്നും والمراقبة بحيث لا يراك أحد في تلك الحالة إلا الله അള്ളാഹു അല്ലാതെ ആ അവസരത്തിൽ എന്നെ കാണുകയില്ല. അള്ളാഹു അല്ലാതെ മറ്റൊരാളും എന്നെ കാണില്ലാത്ത സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. ആരും കാണുന്നില്ല എന്ന് എന്തെങ്കിലും ചെയ്യാന്നല്ല. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ നീ വീക്ഷിക്കണം. വൽ അമൽ ബിമാ അല്ലമക അല്ലാഹ് والتهيؤ لأمر الله مدفع له عند حلوله وحينئذ لا ينفع الندم. ഒരുങ്ങി തയ്യാറാകണം. നീ യാത്രയ്ക്ക് പോകേണ്ടവരാണ്. അതിറങ്ങിക്കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. ആ സന്ദർഭത്തിൽ നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് വെക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്ന ഖുർആനകത്തില്ലേ. അതേ പ്രകാരം റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചോനെ 2 ദിവസം കൂടെ തന്നെങ്കിൽ ഞാൻ നല്ല ആളായിത്തീരുന്നതെന്നൊക്കെ പറയുന്നത്. ആ ദിവസത്തിന് വേണ്ടി നീ ഇപ്പോൾ തന്നെ തയ്യാറാകണം. ഖാല ശിബിലി റഹ്മഹുല്ലാഹ് സുഇല യൂസുഫ് ബിൻ അസ്ബാത്ത് അനി തവാദു. എന്താണ് വിനയം എന്ന് ചോദിച്ചു. വിനയം ഞമ്മക്കുണ്ടല്ലോ ഒരു വിനയം കാണിക്കില്ല, വിനയ പ്രകടനം. അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. കാണുമ്പോൾ ഒരു കടിച്ചു ഒരു കൈ പിടിച്ചു കൊടുത്താലും ഒരു നെറ്റി ചുംബിക്കലും എന്നിട്ട് അങ്ങോട്ട് മാറിയിരുന്ന് ഈ പത്ത് പറയും. അതിനകത്തൊന്നും അല്ല കാര്യമുള്ളത്. أن الرجل كلما خرج من بيته التقى رجلا اعتقد أن ذلك الرجل خير منه. الله മഹാനായ യൂസുഫ് ബിൻ അസ്ബാത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് തവാദു എന്ന് പറഞ്ഞാൽ നീ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ നീ ഒരു മനുഷ്യനെ കാണും. ആരെ കണ്ടാലും നീ മനസ്സിലാക്കണം, നീ കരുതേണ്ടത് എന്നെക്കാളും ഖൈറായ ആളാണ് പോകുന്നതെന്ന് നീ കരുതണം. ഇത് മാത്രം ഞമ്മക്കില്ലാത്ത, നമ്മൾ തന്നെ ഏറ്റവും വലിയ ആള് എന്നാ നമ്മളെ കരുത്ത്. അന്നക കുല്ലമാ ഖറജ മിൻ ബൈതിഹി, ഒരാളാണ് യഥാർത്ഥ തവാദുഉള്ളവൻ. ഒരാളാണ് അവന്റെ വീട്ടിൽ നിന്നും അവൻ പുറത്തു പോകുമ്പോഴെല്ലാം വൽതഖാ റജുലൻ, ഒരാളിനെ കണ്ടുമുട്ടുന്നു. അവൻ ഏതഖദ, അപ്പോൾ ഇവൻ കരുതി ഉറപ്പിക്കണം, അന്ന ദാലിക റജുല, ആ പോകുന്ന ആള് ഖൈറും മിൻഹു, എന്നെക്കാൾ ഖൈറായ ആളാണ് ആ പോകുന്നത് എന്ന് കരുതി ഉറപ്പിക്കുക. അതാണ് തവാദു എന്ന് പറഞ്ഞാല്. മാഷാ അല്ലാഹ്. ഈ ഒരു തവാദു ഞമ്മക്കുണ്ടോ നമ്മൾ ചിന്തിച്ചാൽ മതി.
നമ്മൾ ആരെങ്കിലും കണ്ടാവോ അയാൾ പോന്ന സുബഹിക്കരിക്കാത്തവരെന്ത് ഞാനിന്ന് സുബഹിക്കരിച്ച് യാസീൻ ഓതി അവൻ സുബഹി നിക്കരിച്ചില്ല അവൻ നിക്കരിച്ചു എന്നല്ല നമ്മള് കരുതുക അല്ലേ? യാസീൻ ഓതി തബാറക്ക് ഓതി ഇനി മഗ്‌രിബിന് ശേഷം സംഗതി ഒന്നുമില്ലെങ്കിൽ ഫഖറിനെ കരുതിയാണെങ്കിൽ ബാക്കിയ ഓതി പിന്നെ തബാറക്ക് ഓതി. ഞാനൊക്കെ വലിയ ആള് തന്നെയാണ്. അവൻ ഇതൊന്നും ചെയ്തില്ല. അവൻ മൊബൈലും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നീ ഒരുത്തനെ പറ്റി കരുതിയാല് നിനക്ക് തവാദുഇല്ലാത്തവനാണ് എന്ന്